അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ്. ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞു സ്വർഗത്തിൻ്റെ കുഞ്ഞു വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് എന്നോട് ഓരോ വീഡിയോയിലായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഹോം ടൂർ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഹോം ടൂർ കാണിക്കാമെന്ന്. ഞങ്ങളുടെ വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞു വീടാണ്, കുഞ്ഞു സ്വർഗമാണ് ഞങ്ങളുടേത്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനലിലുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഞങ്ങളുടെ നാട്ടിൽ വാതുക്കൽ കോലായി എന്നൊക്കെ പറയും. ആ ഒരു ഭാഗമാണ്. രണ്ട് സൈഡിൽ റൂമാണുള്ളത്. ഒരു റൂമിൻ്റെ നടുവിലാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്, കോലായി വരുന്നത്. ഒരു ബോക്സ് ടൈപ്പ് കോലായി ആണ്. ഈ ഒരു കാലിഗ്രാഫി, എനിക്കൊരു സമയത്ത് കാലിഗ്രാഫി ട്രെൻഡായിരുന്ന ആ ഒരു സമയത്ത് കാലിഗ്രാഫി എഴുതാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ തയ്യാറാക്കിയ കാലിഗ്രാഫിയാണ്. ഇതിൽ അസ്മാഉൽ ഹുസ്ന, ആയത്തുൽ കുർസി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാലിഗ്രാഫി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ അറിയിക്കണേ. സൂറത്തു നാസ്, ഫലക്ക്, ഈലാസ്, അസ്മാഉൽ ഹുസ്ന, അതുപോലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആയത്ത് കുർസി, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആയത്ത് കുർസിയുടെ ഒരു ഫ്രെയിമാണ്. അത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഞങ്ങളുടെ കോലായിൽ നിന്ന് കയറുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സിറ്റിംഗ് ആണ് ഇവിടെ. അവിടുന്ന് നേരെ വലത് ഭാഗത്തോട്ടേക്ക് വന്നാൽ അവിടെയാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തത്, ഡൈനിങ് ടേബിൾ. ഒരുപാട് പണി ഇനിയും വീട്ടിലുണ്ട്, ഇൻഷാ അല്ലാഹ് ചെയ്യണം. ഇവിടുന്ന് കിച്ചണിലോട്ടേക്ക് ഡയറക്റ്റ് ഒരു ഹോളൊക്കെ വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയാണ് നമ്മളിപ്പോൾ ഡൈനിങ് സെറ്റ് ചെയ്തത്. ആദ്യമൊക്കെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ സിറ്റിംഗ് ഉള്ള ആ ഒരു ഭാഗത്തായിരുന്നു ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പോൾ കയറുമ്പോൾ ഇരിക്കാനുള്ളൊരു സൗകര്യമില്ലാത്തത് കൊണ്ട് അപ്പുറത്തേക്ക് മാറ്റിയതാണ്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. നമുക്ക് ഉള്ളിൽ ഒരു ടോയ്ലറ്റാണ് ഉള്ളത്. അതിൻ്റെ രണ്ട് വശത്തായിട്ടാണ് റൂം വരുന്നത്. ഒരു വശത്ത് ഈ ഒരു റൂമും മറ്റൊരു വശത്തും മറ്റൊരു റൂമുമാണ് ഉള്ളത്. രണ്ട് റൂമാണ്. ഇവിടെ കോണി അങ്ങനത്തെ ഒന്നുമില്ല, ഒറ്റത്തട്ട് വീടാണ്. അടുത്തൊരു റൂമാണ് ഈ ഒരു റൂം. ഈ റൂമിൽ രണ്ട് കട്ടിൽ അടുപ്പിച്ചിട്ടതാണ് എനിക്ക് മക്കൾക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ടേക്ക് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടിയുണ്ട്, നമ്മുടെ തയ്യൽ മെഷീന്. റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല, റൂമിന് അടുത്ത് തന്നെയാണല്ലോ ബാത്റൂം. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയാൽ നമ്മുടെ ഡൈനിങ്, സിറ്റിങ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മറയൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ ഒരു വാഷ് ബേസും ഇതൊക്കെ സെപ്പറേറ്റ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പൈസ ആവുമ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ മൂന്നാമത്തെ വീടാണ് കേട്ടോ. ആദ്യം ഉപ്പ നല്ല രണ്ട് തട്ട് വീട് ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ ആൾ കുറവ് കാരണം അത് വിറ്റിട്ട് വേറെ വീട്ടിൽ താമസിച്ച് അവിടുന്ന് അതും വിറ്റിട്ട് ലാസ്റ്റ് വന്നൊരു വീടാണ് ഇത്. നമ്മൾ ഫിക്സ് ആക്കിയതാണ്. അവിടുന്ന് നേരെ ഇറങ്ങുന്നത് കിച്ചണിലോട്ടേക്ക് പോകാനും അതുപോലെ വീട്ടിൻ്റെ ബാക്ക് വശത്തോട്ടേക്ക് പോകാനുമാണ്. ഇത് നമ്മുടെ കുളിമുറി എന്ന് പറയും, ബാത്റൂം ഇവിടെയാണ്. ഇതിൽ നിന്ന് നമുക്ക് കിണറിൽ നിന്ന് നേരെ അറ്റാച്ച്ഡാണ്, വെള്ളം കോരാനൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് വലിയ വീടിനേക്കാളും നല്ലത് ചെറിയ വീട് തന്നെയാണ് എനിക്കിഷ്ടം. ഞങ്ങൾ വലിയ വീട്ടിൽ താമസിച്ചിട്ട് ആ ഒരു വീട് ഞങ്ങൾ കൊടുത്തിട്ട് ചെറിയ വീടാക്കിയതാണ്. ഞങ്ങൾക്ക് ഈ ഒരു വീടാണ് ഒരുപാട് ഇഷ്ടം. ഇവിടെ വെള്ളത്തിനൊന്നും ഒട്ടും ക്ഷാമമില്ല കേട്ടോ, നല്ലോണം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു വീടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വീടെടുത്തത്. ഞങ്ങൾ ആദ്യം താമസിച്ച ഒരു വീട്ടിൽ വെള്ളമില്ലായിരുന്നു, ചളി വെള്ളമായിരുന്നു. കിണറ്റിൽ ഒരു വീട്ടിൽ തീരെ വെള്ളവും ഇല്ലായിരുന്നു. വെള്ളം വേനൽക്കാലമാകുമ്പോൾ നല്ല രീതിയിൽ വറ്റിപ്പോവായിരുന്നു. ഇതാണ് നമ്മുടെ കിച്ചന്. ഒരു കിച്ചന് മാത്രമേ ഉള്ളൂ. ആ ഒരു കിച്ചൻ്റെ അകത്താണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയൊരു കിച്ചനാണ്. കിച്ചന് വലുതാവുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് വൃത്തിയാക്കേണ്ടി വരുമല്ലോ. ചെറുതാവുമ്പോൾ നമുക്ക് അവിടെയല്ലേ ക്ലീൻ ആക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കൊണ്ട് നടക്കാമല്ലോ. അടുപ്പൊക്കെ വരുന്നതിൻ്റെ മേലെ ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഫ്ലവർ വെച്ചത് ഞാൻ പഴയ സഞ്ചികളൊക്കെ കിട്ടുമല്ലോ അതിനെക്കൊണ്ട് തയ്യാറാക്കി വെച്ചതാണ്. ആ ഒരു ഭാഗത്താണ് നമ്മൾ മഞ്ഞൾ മുളകൊക്കെ വെക്കുന്നത്. ഇവിടെയാണ്. എൻ്റെ ഈ ഒരു കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇവിടെയാണ് ഞങ്ങളെ സ്റ്റോർ റൂം വരുന്നത്. ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീട്ടിലുള്ള വിശേഷങ്ങൾ. ചുമരൊക്കെ ഒരുപാട് വൃത്തികേടായിക്കണ്. കുട്ടികൾ പെന്നും ക്രയോണൊക്കെ ഉപയോഗിച്ച് വരഞ്ഞിക്കണം. അവർ കുറച്ച് വലുതായിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഫിറ്റാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.